MT വാസുദേവൻ നായർ ഓർമ്മയാവുന്നതിൻ്റെ കുറച്ച് ദിവസങ്ങൾക്ക് മുന്നേ ആയിരുന്നല്ലോ മമ്മൂക്കയും അതുപോലെ ഹരിഹരനും MTയും കൂടെ ഒന്നിക്കുന്ന ഒരു സിനിമ വരുന്നു എന്നും അതൊരു ബിഗ് ബഡ്ജറ്റ് സിനിമയാണെന്നും അതൊരു ചരിത്ര സിനിമയാണെന്നും ആ ഒരു സിനിമ നിർമ്മിക്കാൻ വേണ്ടി പോകുന്നത് മാമാങ്കം എന്ന ചിത്രത്തിൻ്റെ പ്രൊഡ്യൂസറായ വേണു കുന്നംപള്ളിയാണെന്നുമുള്ള ന്യൂസുകൾ സോഷ്യൽ മീഡിയയിൽ പടർന്നു പിടിച്ചിട്ടുണ്ടായിരുന്നത്. ആ ഒരു ചിത്രത്തിൻ്റെ ഒഫീഷ്യൽ അപ്ഡേറ്റ് ഉടൻ തന്നെ ഉണ്ടാകുമെന്നും സോഷ്യൽ മീഡിയയിൽ നല്ല രീതിയിലുള്ള റൂമേഴ്സ് വന്നിട്ടുണ്ടായിരുന്നു. ചില ആളുകൾ അഭിപ്രായപ്പെട്ടു അത് രണ്ടാം മൂഴം എന്ന് പറയുന്ന MT മുന്നേ എഴുതി വെച്ച തിരക്കഥയാണ് സിനിമയായി വരുന്നതെന്നും മറ്റു ചിലർ പറഞ്ഞു ആ ഒരു തിരക്കഥയല്ല, മറ്റൊരു തിരക്കഥയാണ് MT മമ്മൂക്കയുമായിട്ട് കൈകോർക്കുന്നത് എന്ന്. എന്തായാലും അത്തരത്തിലുള്ള ഒരു സിനിമ ഉണ്ടെങ്കിൽ തിരക്കഥയും കാര്യങ്ങളെല്ലാം മുന്നേ MT സാർ കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ റൂമേഴ്സിനൊന്നും ഇനി പ്രസക്തിയില്ല. ഒഫീഷ്യൽ അപ്ഡേറ്റ് വന്നെങ്കിൽ മാത്രമേ ഇനി നമുക്ക് ആ ഒരു ചിത്രം അല്ലെങ്കിൽ ആ ഒരു പ്രോജക്റ്റിനെ കുറിച്ചുള്ള കൂടുതൽ ഡിസ്കഷനും കാര്യങ്ങളും വിശ്വസനീയതയെല്ലാം ഉണ്ടാവുകയുള്ളൂ. അല്ലാത്ത പക്ഷം ആ ഒരു പ്രോജക്റ്റ് റൂമേഴ്സ് ആയിട്ട് അവിടെ തന്നെ കിടക്കും. MTയുടെ തിരക്കഥയിൽ ഒരു സിനിമ വരുന്ന സമയത്ത് നമ്മളെല്ലാവരും ആഗ്രഹിക്കുന്ന ഒരു കാര്യമാണ് അതിലെ നായകൻ മമ്മൂക്കയായിരിക്കണമെന്ന്. കാരണം അദ്ദേഹത്തിൻ്റെ തിരക്കഥയിൽ ഒട്ടനവധി കഥാപാത്രങ്ങളാണ് മമ്മൂക്ക മനോഹരമായി ചെയ്തു വെച്ചിട്ടുള്ളത്. അതിൽ പ്രധാനപ്പെട്ട സിനിമകളായിരുന്നല്ലോ ഒരു വടക്കൻ വീരഗാഥ, ഉത്തരം, സുഹൃതം, പഴശ്ശിരാജ, ഈ വർഷം OTTയിൽ റിലീസായ ആന്തോളജി മൂവി മനോരഥങ്ങൾ. വേറെയും സിനിമകൾ മമ്മൂക്കയുടെ തുടക്കകാലത്ത് MTയുടെ തിരക്കഥയിൽ ചെയ്തു വെച്ചിട്ടുണ്ട്. MTയുടെ തിരക്കഥയിൽ ഒരു ഫുൾ ലെങ്ത് മൂവി മമ്മൂക്ക അവസാനമായിട്ട് ചെയ്തിട്ടുള്ളത് 2009 അത് പഴശ്ശിരാജ എന്ന ചിത്രമായിരുന്നു. അതിനുശേഷം ഒട്ടനവധി സിനിമകളുടെ ഡിസ്കഷനും കാര്യങ്ങളെല്ലാം നടന്നിട്ടുണ്ടായിരുന്നു. ഫൈനലൈസ് ചെയ്ത് സിനിമയിലേക്ക് എത്തപ്പെടാൻ അത്തരത്തിൽ ചർച്ചയും ഡിസ്കഷനും എല്ലാം നടന്ന പ്രോജക്റ്റുകൾക്ക് സാധിച്ചിട്ടില്ല. മമ്മൂക്ക ഒരു ഇന്റർവ്യൂവിൽ പറഞ്ഞിട്ടുള്ള കാര്യമാണ്, ചിലരൊക്കെ പറയും മമ്മൂട്ടിയെ കണ്ടെത്തിയത് MT ആണെന്ന്, എന്നാൽ MTയെ ഞാൻ തന്നെ ചെന്ന് കണ്ടെത്തുകയായിരുന്നു എന്നാണ് മമ്മൂക്ക ഒരു ഇന്റർവ്യൂവിൽ വാചാലമായി സംസാരിച്ചത്. MTയുടെ മകളും ഒരു ഇന്റർവ്യൂവിൽ പറഞ്ഞിട്ടുള്ള കാര്യമാണ്, അച്ഛൻ്റെ വാക്കുകളിൽ നിന്ന് അച്ഛന് മമ്മൂക്കയോട് ഒരു പ്രത്യേക പരിഗണന, ഒരു വാത്സല്യം അവർ തമ്മിൽ ഉണ്ടായിരുന്നു എന്നുള്ള കാര്യം. മമ്മൂക്കക്കും അങ്ങനെ തന്നെയായിരുന്നു ഒരു മൂത്ത മകൻ എന്നുള്ള ഒരു പരിഗണന MT വാസുദേവൻ നായർക്ക് മമ്മൂക്ക നൽകിയിട്ടുണ്ടായിരുന്നു. ഇവർ തമ്മിൽ വീണ്ടും ഒന്നിക്കുന്ന ഒരു സിനിമയ്ക്ക് വേണ്ടി പ്രേക്ഷകർ നല്ല രീതിയിൽ ആഗ്രഹിച്ചിട്ടുണ്ടായിരുന്നു. അത്തരത്തിലുള്ള കംപ്ലീറ്റ് ചെയ്ത തിരക്കഥ ഉണ്ടെങ്കിൽ അത്തരത്തിലുള്ള ഒരു പ്രോജക്റ്റ് വീണ്ടും മമ്മൂക്ക MT കോംബോയിൽ കാണാൻ ആഗ്രഹമുണ്ട്. ഇനി അത്തരത്തിലുള്ള തിരക്കഥ ഇല്ലെങ്കിൽ ഒരു വടക്കൻ വീരഗാഥ, ഉത്തരം, സുഹൃതം, പഴശ്ശിരാജ എന്നീ മികച്ച സിനിമകൾ മമ്മൂക്ക MT കോംബോയിൽ പുറത്തു വന്നല്ലോ. ആ ഒരു സിനിമകളെല്ലാം നമ്മൾ വീണ്ടും കണ്ട് ആസ്വദിച്ചോളാം. മികച്ച ചെറുകഥകളും കഥകളും തിരക്കഥകളും എല്ലാം മലയാള സിനിമയ്ക്കും മലയാള വായനക്കാർക്കും സമ്മാനിച്ച MTയുടെ വേർപാട് തീരാ നഷ്ടം തന്നെയാണ്. അതിനെ ഓവർകം ചെയ്യുന്ന വലിയ എഴുത്തിൻ്റെ പ്രതിഭയെ കണ്ടെത്തുക എന്നുള്ളതും മലയാള സിനിമയ്ക്ക് പ്രയാസം തന്നെയായിരിക്കും. മൂവി പ്ലസ് മീഡിയ, ഞാൻ ജിനോ ജിനാസ്. പുതുസായിട്ട് ആരെങ്കിലും നമ്മുടെ ചാനൽ കാണുന്നവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാം. ഓക്കെ, ബൈ.